ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കൊഴുവ വറുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ കൊഴുവ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മസാലകൾ കൂട്ടാനുണ്ട്. അതിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ്, അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, നല്ല നീരുള്ള ചെറുനാരങ്ങ തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾക്കിതിൽ കുറച്ച് മാത്രം വെള്ളമൊഴിച്ചൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മസാല കൂട്ടിയിട്ട് കൊഴുവ വറുത്ത് നോക്കൂ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അല്പം കൂടി വെള്ളം ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, ഒരല്പം കുറവുണ്ട്. ഒരു പൊടി ഉപ്പ് കൂടി ഇപ്പം ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് ആ മീൻ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീനൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾക്കതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ എണ്ണ കൂടുതലൊഴിച്ച് നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ കൊഴുവ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് തവയിൽ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രമിക്കണം. ഒരുപാട് അങ്ങോട്ട് തീ കൂട്ടി കൊടുക്കാനും പാടില്ല, ഒരുപാട് കുറച്ച് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് പണി കഴിയും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ മസാലയിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ മീനും ഞാൻ അതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 വശം മുരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി പൊടിഞ്ഞൊന്നും പോകില്ല. ഇപ്പോൾ ഇതുണ്ടല്ലേ, കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതിൽ എണ്ണ നമ്മൾ ഇതേമാതിരി ഈ ഫ്രൈ പാൻ ഒന്ന് ഇതേപോലെ ഒന്ന് ചരിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇതേമാതിരി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയൊന്നും നമുക്ക് തീരെ വിട്ടു പോകാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഒരു ട്രിപ്പ് കൂടി നമുക്കിപ്പോൾ അതിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു വശം ഇതേമാതിരി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ പോരാതെ തോന്നി കുറേശ്ശെ ഇതേമാതിരി ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൊഴുവ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ മുള്ളടക്കം നല്ല പോലെ അത് കഴിക്കാനും പറ്റും. ചോറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കൊഴുവ ഇവിടെ റെഡിയായി. ബാക്കി കുറച്ചുകൂടി മീനുണ്ട്, അതുകൂടി നമ്മൾക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊഴുവെല്ലാം പൊരിച്ചിവിടെ എടുത്തു. ഇനി നമ്മൾക്ക് ആ മസാല കൂട്ടിയാലും ബാക്കി കുറച്ച് മസാലയുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു അല്പം ജീരകപ്പൊടി, അത് പെരിഞ്ജീരകത്തിന് പൊടി, അല്പം മുളക് പൊടിയും, പിന്നെ കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, അതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരല്പം ചെറുനാരങ്ങ നീരും, 1 സ്പൂണ് വെള്ളവും ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആ തവയിലൊന്ന് വറുത്തെടുത്തിട്ട് ആ മീനിൻ്റെ മേലെ ഇടാം. അപ്പോൾ നല്ലൊരു മണവും നല്ല രുചിയായിരിക്കും ആ കറിവേപ്പിലയൊക്കെ ഇങ്ങോട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ കുറച്ചുകൂടി ഇതിന് മസാല കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മസാല കളയാതെ ഇങ്ങനെ അതിലേക്ക് ചെയ്തെടുത്ത ആ കൊഴുവയുടെ കൂടെ ഈ പൊടി കൂടി കഴിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ കൊഴുവ വറുക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ കൊഴുവ ഫ്രൈ ഉണ്ട്, കൂടെ തന്നെ ഒരു മുതിരയുടെ ചാറാണുള്ളത്. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.